ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട്. ആക്ച്വലി എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, ചെറിയ ഫീവറൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എണീക്കണേ മുന്നേ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല, എന്ത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യും. അമ്മ അതാ മുളക് പറിക്കാൻ കേട്ടോ, ഒരാളത്തെ കറിക്കുള്ളത്. മുളകൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കുറേശ്ശെ കൃഷികളൊക്കെ ഇവിടെ തന്നെ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില ടൈമിൽ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാറുണ്ട് വേനലാകുമ്പോൾ. അങ്ങനെയാണ്. ചിലപ്പം മഴയുണ്ട്, വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. റെയിൽവേ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് തന്നെ. അപ്പോൾ എപ്പോഴും ട്രെയിൻ പോകണം നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലിരുന്നാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മഴ പെയ്തിട്ടുള്ള പിറ്റേന്ന് മോർണിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര രസമാണ് കാണാൻ. അപ്പം ഞാൻ താഴത്തേക്ക് പോട്ടെ. അപ്പോൾ അത് മുകളിലെ ഹാളത്തെ വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് സൂര്യനെ കുതിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാതെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത് നിമിഷം മഴ പെയ്യുമെന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല വിചാരിക്കുന്നുണ്ട്. നല്ല രസമായിട്ടോ എന്നുള്ള വ്യൂ, ഭയങ്കര രസമാണ്. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കപ്പ് ചായ എടുത്തിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ചായ പഴമാണ് കേട്ടോ കൂടെ കഴിക്കുന്നത്. കുറച്ച് ദിവസമായിട്ടുള്ള ശീലമാണ് രാവിലെ ചായയും പഴം കുടിക്കുക എന്നുള്ളത്. എത്ര ദിവസം പോകുമെന്ന് അറിയില്ല. അപ്പം ഉമ്മ നിർബന്ധിച്ച് ഇങ്ങനെ തരുന്ന പഴം. അപ്പം ഞാൻ കഴിക്കാതെ പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ കഴിച്ചുകൊണ്ടെങ്കിൽ പൊതുവെ പഴം അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഉമ്മ അതാ തങ്ങളുടെ ലൈവ് കേട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ അടുക്കളയിലാണ്. അപ്പം ഞാൻ ചാടിച്ചിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. നമ്മൾ മുല്ലയാണ്. മുല്ലൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. നല്ല പച്ച കളറായിട്ടുണ്ട്. കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല മുളകൊക്കെയാണ്, എല്ലാം നല്ല പച്ച കളറ്, നല്ല രസമുണ്ട് കാണാൻ. ഈ മുല്ല കാണുമ്പോൾ സങ്കടമാട്ടോ. കാരണം ആദ്യമൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിലൊക്കെ ഒരുപാട് മുല്ല ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് വീട്ടിനകത്തേക്കൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കവറിലൊക്കെ ആക്കി പൊട്ടിച്ച് കൊണ്ടുപോകാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാവുന്ന 1, 2, 3 എണ്ണമൊക്കെ ഉണ്ടാവാറുള്ളൂ. അതും പൊട്ടാണെങ്കിൽ പോലും അടുത്തുള്ളവരൊക്കെ വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകും. നമുക്കൊന്നും കിട്ടാറില്ല. എന്തിയാവോ ഇപ്പോൾ വളരെ കുറവാണ് അതിൽ പൂവുണ്ടാകുന്നത്. പക്ഷെ ചെടി ഒരുപാടുണ്ട് കേട്ടോ മുല്ലൻ്റെ. പിന്നെ നമ്മൾ മുളക് വരുന്നുണ്ട്. മുളക് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിട്ടാണ് കറിയിലൊക്കെ ഇടാറ്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനുള്ള ടൈമിൽ മാത്രമേ ഷോപ്പിൽ നിന്ന് മേടിക്കാറുള്ളൂ. എല്ലാം ഉമ്മാൻ്റെ കഴിവാണ്. ഉമ്മയാണ് ഇതൊക്കെ നട്ടതും നോക്കുന്നതൊക്കെ കേട്ടോ. അപ്പം നല്ല രസമാണ് ഇങ്ങനെ മോർണിംഗിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. മോർണിംഗ് വൈബ് ഒരു പ്രത്യേക രസമാണ് ഇവിടെ. കാരണം ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല ഫ്രഷ് എയർ കിട്ടും, ഭയങ്കര രസമാണ് ഇവിടെ. പ്രത്യേകിച്ച് മഴ പെയ്ത ടൈമിൽ പറയേണ്ട ആവശ്യമില്ല, അത് ഇവിടെ വന്നാലും മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ബഹളവും വണ്ടീൻ്റെ സൗണ്ടും അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു ബഹളം മാത്രമേ ഉള്ളൂ. വേറൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് ഉള്ളത്. എല്ലാ ട്രെയിനും നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് എന്ത് പേടിയായിരുന്നു അറിയാം ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ. ചില ടൈമിൽ ഞാൻ ഉറങ്ങുമ്പോൾ എണീറ്റിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം ട്രെയിൻ ഇങ്ങോട്ട് വരുമോ, വീട് പൊളിഞ്ഞ് വീഴുമോ എന്നൊക്കെ പേടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം എല്ലാം സെറ്റാണ് കേട്ടോ. ആ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നാറുണ്ട്. ഐബുവിനും അതെ, ഐബുവിന് പിന്നെ അവന് ജനിച്ച പാടെ തന്നെ കേൾക്കുന്ന സൗണ്ടല്ല, അവന് സെറ്റായിരുന്നു. എനിക്കായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴും ജീവിക്കാൻ സുഖം ഗ്രാമങ്ങളിലാണ് അല്ലേ. കാണാനും അതേ, ജീവിക്കാനും സുഖമാണ്, പീസ്ഫുള്ളാണ്, സമാധാനമാണ്. എന്തെങ്കിലും ടെൻഷൻ വരുന്ന ടൈമിൽ തന്നെ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ
പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ റൊട്ടി സംസാരിക്കുക എല്ലാം സെറ്റാണ്. പക്ഷെ തിരക്കുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ എന്താ നമുക്കെന്തെങ്കിലും ടെൻഷൻ വേണ്ട ടൈമിൽ അത് തന്നെ ലൈഫായിട്ട് എടുക്കും. പിന്നെ അതൊരു ഏറ്റവും വലിയ പ്രോബ്ലം പിന്നെ അതായിരിക്കും. എനിക്കിവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള സ്ഥലം, നമുക്കിഷ്ടപ്പെട്ട ആളുകൾ, അതാണ് നമുക്കെപ്പോഴും വേണ്ടത്. അത് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അത് തന്നെയാണ് സ്വർഗം. ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം അല്ലേ. സോ നമ്മളെപ്പോഴും നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇരിക്കുക. ഒരു ലൈഫല്ലേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റുള്ളവർ വേദനിപ്പിക്കാതിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. വേറെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, കളറും നോക്കി. പിന്നെ മഴ പെയ്തിട്ടുള്ള അതിന് മഴയുടെ വെള്ളമൊക്കെ അത് തന്നെ നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഇപ്പോഴും ഈ നാച്ചുറായിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ഇഷ്ടം. അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. പക്ഷെ പോകാനറിയാമല്ലോ എനിക്ക് ട്രാവലിൻ്റെ പ്രോബ്ലം. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ സെറ്റായി അടുക്കളയിൽ നോക്കുമ്പോൾ നല്ല വർക്കിലായിട്ട് പോകാം. അപ്പം ഞാനും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ആട്ടോ പണി ചെയ്യുക. കൂടുതലും സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പറയും. എനിക്ക് പണ്ടത്തെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരൊക്കെ ചെറുതാവുന്ന ടൈമിലുള്ള കഥകളൊക്കെ. അപ്പോൾ അതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ കഥകളുണ്ട്, അവർക്ക് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പം ഞാനതിങ്ങനെ കേൾക്കും. പിന്നെ ഇങ്ങനെ കുറേ ചോദിക്കും, എന്നിട്ടൊന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഉമ്മ ഇങ്ങനെ ആൻസർ ചെയ്യും. അപ്പോൾ നമ്മളെന്നും വെള്ളപ്പാട്ട് ഉണ്ടാക്കുന്നത്. വെള്ളപ്പം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ചുടുന്ന വെള്ളപ്പം പിന്നെ കുറച്ച് ലേറ്റായിട്ട് ചുട്ടാൽ മതിയല്ലോ. ചൂടുകൊടുക്കണം കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മ കറിക്കുള്ളതൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഉമ്മ വെള്ളപ്പം വിധി കൊടുക്കുന്നുണ്ട്. ഉമ്മ വെള്ളപ്പം വിധി ഭയങ്കര സുഖമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. നമ്മളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഉമ്മ വെള്ളപ്പൊക്കെ ചുടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി. കുറച്ച് മതിയുള്ളൂ, ഞാനും ഈ ബേബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട. പൈപ്പ് ഉണ്ടെങ്കിലൊന്ന് പോയി നോക്കട്ടെ, സൗണ്ട് കേട്ടിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരാം.